ഗുഡ് മോർണിംഗ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ASD എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് എന്താണ്? അജൈൽ ഡെവലപ്മെൻറ്റ് മോഡൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് പറഞ്ഞു, എക്സ്ട്രീം പ്രോഗ്രാമിങ്ങിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസായിട്ട് എക്സ്ട്രീം വാല്യൂസ് പറഞ്ഞു, ദ കോർ XP പ്രാക്ടീസസ് പറഞ്ഞു, ദ XP പ്രോസസ്സ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ രണ്ടാമത്തെ ഫീച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കായിട്ട് പറയുന്നത് ASD ആണ്, അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. നോക്കാം. അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ASD പ്രപ്പോസ്ഡ് ബൈ ജിം ഹൈസ്മിത്ത് ഇൻ ദ ഇയർ 2000. അപ്പോൾ ആരാണ് കണ്ടെത്തിയത് എന്ന് ഓർത്ത് വെക്കുക. ജിം ഹൈസ്മിത്ത് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഇസ് എ ഡയറക്റ്റ് ഔട്ട് ഗ്രോത്ത് ഓഫ് ആൻ ഏർലിയർ അജൈൽ ഫ്രെയിം വർക്ക്, റാപ്പിഡ് അപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ അജൈൽ ഡെവലപ്മെൻറ്റിൻ്റെ ഫ്രെയിം വർക്കിൻ്റെ ഒരു ഡയറക്റ്റ് അപ്ലിക്കേഷനായിട്ടാണ് ഈ ഒരു അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫ്രെയിം വർക്കിൻ്റെ പേരാണ് ഈ പറഞ്ഞത് റാപ്പിഡ് അപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, റാഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയൊക്കെയാണ് ഇനി വർക്കിംഗ് നോക്കാം. ഇറ്റ് എയിംസ് ടു എനേബിൾ ടീംസ് ടു ക്വിക്ക്ലി ആൻഡ് ഇഫക്റ്റീവ്ലി അഡാപ്റ്റ് ടു ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് ആ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് അതിനെ അഡാപ്റ്റ് ചെയ്യാൻ, ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുന്ന ഒരു മെത്തേഡാണിത്. ഓർ മാർക്കറ്റ് നീഡ്സ് ബൈ ഇവോൾവിങ് ദെയർ പ്രോഡക്റ്റ്സ്. പിന്നെ നമ്മളിങ്ങനെ പ്രോഡക്റ്റ് ഇങ്ങനെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് ആ പ്രോഡക്റ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ഇങ്ങനെ കൂടിക്കൂടി വരും. അതായത് അതിൽ വരേണ്ടതായിട്ടുള്ള ഫീച്ചേഴ്സ് കൂടിക്കൂടി വരും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ, അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞത് അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വിത്ത് ലൈറ്റ് വെയ്റ്റ് പ്ലാനിങ് ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ്. ചെറിയ പ്ലാനിങ്ങും മതി, അതേപോലെ കണ്ടിന്യൂസ് ലേണിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ചേഞ്ചിനെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്കാണ് അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേര് വെച്ചിട്ട് ഇതെങ്ങനെയാണ് കണക്റ്റഡ് ആയത് എന്ന് മനസ്സിലായില്ലേ. ഇനി അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് റീപ്ലേസസ് ദ ട്രഡീഷണൽ വാട്ടർഫാൾ cycle with a repeating evolutionary cycle consisting of the following 3 phases. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളെ പണ്ടത്തെ വാട്ടർഫാൾ സൈക്കിളിനെ എങ്ങനെയാണ് ഇത് റീപ്ലേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിലെന്തുണ്ട്, റിപ്പീറ്റേഷൻ വരുന്നുണ്ട്, ഇവല്യൂഷണറി സൈക്കിളും വരുന്നുണ്ട്. അപ്പോൾ അതെന്തല്ല, വാട്ടർഫാൾ മോഡൽ അല്ല. അതിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ 3 ഫേസസ് ആണ് ഇതിൽ വരുന്നത്. ആ 3 ഫേസസ് ആണ് ഇനി താഴെ പറയുന്നത്. ഒന്ന് സ്പെക്കുലേറ്റ്, അടുത്തത് കൊളാബറേറ്റ്, പിന്നെ ലേൺ. ഇങ്ങനെ 3 ഫേസസ് ആണുള്ളത്. അപ്പോൾ ഇനി 3 ഫേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പല ടേംസിലാണ് ഓരോന്നിലും പഠിക്കുക എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതിൽ നമ്മൾ അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഈ 3 ഫേസസ് ആണ്: സ്പെക്കുലേറ്റ്, കൊളാബറേറ്റ് ആൻഡ് ലേൺ. അപ്പോൾ ഇനി സ്പെക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ദ വേർഡ് പ്ലാൻ വെൻ യൂസ്ഡ് ഇൻ മോസ്റ്റ് ഓർഗനൈസേഷൻസ് ഇൻഡിക്കേറ്റ്സ് എ റീസണബിളി ഹൈ ഡിഗ്രി ഓഫ് സെർട്ടനിറ്റി അബൌട്ട് ദ ഡിസൈർഡ് റിസൾട്ട്. The implicit and explicit goal of conformance to plan restricts a manager's ability to steer the project in innovative directions. In adaptive software development, the term plan is replaced by the term speculate. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരുവിധം ഓർഗനൈസേഷനിലും അതേപോലെ നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് പ്ലാൻ എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ പ്ലാനാണ്. അപ്പോൾ പല സമയത്തും ഈ മാനേജേഴ്സിന് അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ അതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പറ്റാറില്ല. കാരണം ഈ ഒരു പ്ലാൻ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ തീർക്കുക, അത് ആ ഒരു എസ്റ്റിമേഷൻ, അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ അവർ വിചാരിച്ചതായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഒരു പ്രൊജക്റ്റിലേക്ക് അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റാറില്ല. പക്ഷേ ഇവിടെ അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ആ ഒരു പ്ലാൻ എന്നുള്ള ടേമിനെ റീപ്ലേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് സ്പെക്കുലേറ്റ് എന്ന് പറയുന്നത്. ദ ടേം സ്പെക്കുലേറ്റ് ഗീവ്സ് ഡെവലപ്പേഴ്സ് റൂം ടു എക്സ്പ്ലോർ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്ലാനിങ് എന്നതിലുപരി സ്പെക്കുലേറ്റ് എന്നുള്ള ടേം വന്നതുകൊണ്ട് ഇവർ ഏറ്റവും കൂടുതൽ ഇതിന് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, അവർക്ക് ഈ ഡെവലപ്പേഴ്സിന് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന ഒരു സ്പേസ് ആയിട്ടാണ് അവർ ആ പ്രൊജക്റ്റിന് കാണുന്നത്, ആ സോഫ്റ്റ്വെയറിനെ കാണുന്നത്. മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക പറഞ്ഞാൽ മാക്സിമം അതിനെ ക്രിയേറ്റീവായിട്ട് മാക്സിമം ഐഡിയാസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും അഡ്വാൻസ്ഡാക്കി മാറ്റുക. അപ്പോൾ അതിൻ്റെ ഒരു സ്പേസ് കിട്ടിയതുപോലെയാണ് ഡെവലപ്പേഴ്സ് ഈ ഒരു ഫ്രെയിം വർക്കിലൂടെ സോഫ്റ്റ്വെയറിനെ കാണുന്നത്. To make clear the realization that components of uncertainty exists and the courage to deviate from plans without fear.
അതേപോലെ തന്നെ അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സെർട്ടൈൻ അല്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്തുണ്ട് ഒരു സോഫ്റ്റ്വെയറിലുണ്ടാവും. അതായത് അതങ്ങനെയല്ലേ നമ്മൾ ഇപ്പം നമ്മൾ ചെയ്യുന്നതും സോഫ്റ്റ്വെയർ ചെയ്യുന്നതും ഇപ്പം എത്ര നമ്മൾ ഡെവലപ്പ് ചെയ്താലും അതിലെങ്ങനെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളത് ചെയ്ത് വെച്ച പ്രോഗ്രാമിങ്ങിലൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം ഇൻ കേസ് നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചെയ്യാനുള്ള ഒരു കോഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമോ? ആ ഒരു സിറ്റുവേഷൻ ആ സിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇവർ മനസ്സിലാക്കും. അതായത് അൺസർട്ടനിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എക്സിസ്റ്റിംഗ് ഉണ്ട്. എല്ലാതും പോസിബിൾ അല്ല, പക്ഷേ അതിൽ അങ്ങനെ പോസിബിൾ അല്ല എന്ന് പറഞ്ഞ് അതിൽ പേടിച്ച് നിൽക്കാണ്ട് നമ്മളെ പ്ലാനിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോവാതെ മാക്സിമം അതിനെ എക്സ്പ്ലോർ ചെയ്ത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആക്കി ഡെവലപ്പ് ചെയ്യുക എന്നതാണ് സ്പെക്യുലേറ്റ് എന്നുള്ളൊരു ടേം കൊണ്ട് ഈ ഒരു ഫ്രെയിംവർക്കിൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. എ ടേം ദാറ്റ് സ്പെക്യുലേറ്റ്സ് ഡസൻറ്റ് abandon planning, it acknowledges the reality of uncertainty in complex problems. അതായത് ഈ സ്പെക്യുലേറ്റ് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്ലാനിങ് എന്നുള്ള കൺസെപ്റ്റിനെ എടുത്ത് ഒഴിവാക്കല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലത്തിൽ അൺസർട്ടനിറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു വ്യക്തത ഇല്ലാത്ത കാര്യങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തത ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ റിയാലിറ്റിയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മളെ പ്ലാന് അവിടെ ഒരു അൺസർട്ടനിറ്റി ആയിട്ടുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് നമ്മളത് ചെയ്യണ്ട, നമ്മൾ ഇതിലൂടെ പോയാൽ മതി എന്നുള്ള ഡീവിയേഷൻ അല്ല ഇവിടെ നടക്കുന്നത്. സ്പെക്യുലേഷൻ റെക്കഗ്നൈസസ് ദ അൺസർട്ടൈൻ നേച്ചർ ഓഫ് കോംപ്ലക്സ് പ്രോബ്ലംസ്. അപ്പോൾ സ്പെക്യുലേഷനിലൂടെ കോംപ്ലക്സ് പ്രോബ്ലത്തിൻ്റെ അൺസർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് മനസ്സിലാക്കും. ആൻഡ് എൻകറേജസ് എക്സ്പ്ലോറേഷൻ, അത് മനസ്സിലാക്കിയിട്ട് അതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുക. ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, അതിൽ കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് നടത്താനാണ് സ്പെക്യുലേഷനിലൂടെ നോക്കുന്നത്. ഐട്രേഷൻസ് വിത്ത് ഷോർട്ട് സൈക്കിൾസ് ആർ എൻകറേജ്ഡ്. ചെറിയ സൈക്കിൾസ് യൂസ് ചെയ്തിട്ടുള്ള ഐട്രേഷൻസ് ഒക്കെ ഇതിൽ എൻകറേജ് ചെയ്യാമെന്നതാണ് പറഞ്ഞത്. അടുത്തത് സ്പെക്യുലേറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഫേസ് പറയുന്നത് കൊലാബറേറ്റ് ആണ്. കൊലാബറേറ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്? കോംപ്ലക്സ് അപ്ലിക്കേഷൻസ് ആർ നോട്ട് ബിൽറ്റ്, ദേ ഇവോൾവ്. കോംപ്ലക്സ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ടാവുകയല്ല, അത് ഇവോൾവ് ചെയ്യാണ് ഈ ഒരു ഫ്രെയിംവർക്കിലൂടെ ചെയ്യുന്നത്. ഇവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉൾത്തിരിഞ്ഞ് വരിക എന്ന് പറയില്ലേ, ഇങ്ങനെ ഉണ്ടായി വരിക. Complex applications require that a large volume of information be completed, analyzed and applied to the problem. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും, അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യേണ്ടി വരും, അത് പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ. This results in diverse knowledge requirements that can only be handled by team collaboration. അപ്പോൾ ഡൈവേഴ്സ് ആയിട്ടുള്ള നോളജാണ് നമ്മളെ കയ്യിൽ കിട്ടുക. അതായത് പല ഭാഗത്തു നിന്നുള്ള പല ഏരിയാസിലുള്ള പല കൺസെപ്റ്റിലുള്ള ഒരുപാട് നോളജ് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല, ഉറപ്പല്ലേ? അതിൻ്റേതായിട്ടുള്ളൊരു ടീമിന് മാത്രമേ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള നോളജിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ടീം കൊളാബറേഷൻ എന്ന് പറയുന്നത്, അതായത് ടീം ആ ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യാൻ തന്നെ പറ്റുന്ന ടീമിന് മാത്രമേ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള നോളജിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ. Collaboration can multiply the talents and creative outputs of motivated people beyond their absolute numbers. അപ്പോൾ ഈ കൊളാബറേഷനിലൂടെ അതായത് അവരുടെ ടാലൻറ്റ് ഇൻക്രീസ് ചെയ്യാം, അതേപോലെ ഔട്ട്പുട്ട് ക്രിയേറ്റീവായിട്ടുള്ള ഔട്ട്പുട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാം, അവരുടെ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെയും കാട്ടിലും അവർക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ബട്ട് കൊളാബറേഷൻ ഈസ് നോട്ട് ഈസി, ഇറ്റ് ഇവോൾവ്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം വർക്ക്. അതാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഇപ്പോൾ നമ്മളൊരു ടീമായിട്ട് അതൊരു കൊളാബറേറ്റീവ് ടീമാണ്, ഡൈവേഴ്സ് ആയിട്ടുള്ള നോളജൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതിലെപ്പോഴും എന്ത് വേണമെന്നറിയോ, എപ്പോഴും നമ്മളൊരു ടീം എന്ന് പറയുമ്പോൾ അതിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ വേണം, അതേപോലെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ ഏരിയയിലും സ്പെസിഫിക് ആയിട്ട് നോളജുള്ള ആളുകൾ അങ്ങനെയൊക്കെ ചേർന്നിട്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്താൽ എന്താണ് അതൊരു പക്ക എഫിഷ്യൻ്റായിട്ട് പോകുന്നൊരു ടീമാണ് നമുക്ക് പറയാം. At the same time, collaboration emphasizes individualism because individual creativity plays an important role in collaborative thinking. അതാണ്
അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടുള്ള തിങ്കിങ് ആണ്. ഇപ്പം നോക്കുക നിങ്ങൾ പ്രൊജക്റ്റിൻ്റെ കാര്യം തന്നെ ആണ്. പക്ഷെ ഇപ്പോൾ 4 പേരാണെങ്കിൽ 4 പേർക്കും ഒരേ തിങ്കിങ് ലെവൽ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഓരോ കുട്ടികളും അത് എടുക്കുന്ന രീതിയും മനസ്സിലാക്കുന്ന രീതിയും അവർക്ക് ആ കൺസെപ്റ്റ് ആ ഐഡിയ എങ്ങനെ ചെയ്യണം എന്നുള്ളതും പലർക്കും പല രീതിയിലാവും. അപ്പോൾ എല്ലാവരും നിങ്ങൾ എന്താ ഇപ്പോൾ ചെയ്യുന്നത്, നിങ്ങൾ 4 പേരാണെങ്കിൽ അല്ലെങ്കിൽ 5 പേരാണെങ്കിൽ അത് ഡിസ്കസ് ചെയ്തിട്ട് അതിൽ നിങ്ങളൊരു ഫൈനലൈസേഷൻ നടത്തിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും പ്ലസ്സും അതിലുണ്ടാവും, എല്ലാവരും പോസിറ്റീവ്നെസ്സും അതിലുണ്ടാകുമ്പോൾ അത് ബെറ്റർ ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു കൊളാബറേറ്റീവ് എന്ന് തന്നെ പറയുന്നത്, ഒരു ഗ്രൂപ്പായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കൊളാബറേറ്റീവ് ടീം ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേണം ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള നോളജിനെ എന്ത് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ, പ്രോബ്ലത്തിന് സൊല്യൂഷനാക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റില്ല, നമുക്കതൊരു കറക്റ്റായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല, അതെല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഡാറ്റാസാണ് ഉണ്ടാവുക. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ദ കീ ടു ദ സക്സസ് ഓഫ് ഓൾ കൊളാബറേറ്റീവ് വർക്ക് ഈസ് ദ മ്യൂച്വൽ ട്രസ്റ്റ്. തീർച്ചയായിട്ടും അപ്പം അത് നിങ്ങൾക്കും അറിയാം, നിങ്ങൾ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ നിങ്ങൾ 4 പേരും ഒരേപോലെ ആൻസർ പറഞ്ഞെങ്കിൽ മാത്രമേ അത് 4 ആൾക്ക് മാർക്ക് വീഴുള്ളൂ, കാരണം ഗ്രൂപ്പ് പ്രൊജക്റ്റാണ്. അതേ സ്ഥാനത്ത് 3 ആൾ വേറെയും ഒരാൾ വേറെയും മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ചെയ്തത് ഇന്ന രീതിയിലാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ 3 പേര് അങ്ങനെയാണ് എന്ന് പറയും, ഒരാളതല്ല എന്ന് പറഞ്ഞാൽ 4 പേർക്കുള്ള മാർക്കും പോവും. അതാണ്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്, മ്യൂച്വൽ ട്രസ്റ്റാണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണം, വിശ്വാസം വേണം. പീപ്പിൾ വർക്കിംഗ് ടുഗദർ മസ്റ്റ് ട്രസ്റ്റ് വൺ അനദർ ടു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിലൂടെ എന്തൊക്കെയാണ്, ക്രിട്ടിസൈസ് വിത്തൗട്ട് ഹേറ്റ്രഡ്. മറ്റൊരാൾക്ക് വേദനിപ്പിക്കാതെ, വേദന വരാതെ നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യാം. അത് പോസിറ്റീവ് ക്രിറ്റിസിസമാണ്. തെറ്റ് ചൂണ്ടി കാണിച്ചു കൊടുക്കുക, പക്ഷെ അത് പോസിറ്റീവായിട്ട് വേണം, അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടാവരുത്. അസിസ്റ്റ് വിത്തൗട്ട് ഡിസ്ലൈക്ക്. ഇനി എന്തെങ്കിലും അസിസ്റ്റൻസ് വേണം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു മുഷിപ്പ് കാണിക്കാതെ എപ്പോൾ വേണമെങ്കിലും നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യുക, അസിസ്റ്റ് ചെയ്തു കൊടുക്കുക. വർക്ക് ആസ് ഹാർഡ് ആസ് ഓർ ഹാർഡർ ദാൻ ദേ ഡു. മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ അവർ ചെയ്യാത്തത് കൊണ്ട് ഞാൻ മാത്രം എന്തിനാണ് ചെയ്യുന്നത്, ആ ചിന്ത വേണ്ട. നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, മറ്റുള്ളവരെയും കാട്ടിലും നന്നായിട്ട് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. ഹാവ് ദ സ്കിൽ സെറ്റ് ടു കോൺട്രിബ്യൂട്ട് ടു ദ വർക്ക് അറ്റ് ഹാൻഡ്. അതായത് കയ്യിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സ്കില്ല്, അതായത് മാക്സിമം ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള സ്കില്ല് എന്നുള്ള മീനിങ്ങാണ് പറഞ്ഞത്. ആ വർക്കിൽ മാക്സിമം നമ്മളെ കയ്യിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, നമുക്ക് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. കമ്മ്യൂണിക്കേറ്റ് പ്രോബ്ലംസ് ഓർ കൺസേൺസ് ഇൻ എ വേ ദാറ്റ് ലീഡ്സ് ടു ഇഫക്റ്റീവ് ആക്ഷൻ. കമ്മ്യൂണിക്കേറ്റ് പ്രോബ്ലംസ്, അതേപോലെ പ്രോബ്ലംസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മൾ കൺസേൺസ്, നമ്മൾ കുറേ ടെൻഷൻസ് ഉണ്ടാവില്ല, നമുക്ക് കുറേ ആവലാതികൾ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇഫക്റ്റീവായിട്ട് അതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞത്. ഏതാണ്, കൊളാബറേറ്റ്. അപ്പോൾ ആദ്യം സ്പെക്കുലേറ്റ്, പിന്നെ കൊളാബറേറ്റ്. ഇനി അടുത്തത് പറയുന്നത് ലേൺ. അപ്പോൾ അടുത്ത ഫേസ് നമുക്ക് പറയുന്നത് എന്താണ്, ലേൺ എന്നുള്ള ഫേസാണ്. അപ്പോൾ നോക്കാം. ദ ലേൺ പാർട്ട് ഓഫ് ദ ലൈഫ് സൈക്കിൾ ഈസ് വൈറ്റൽ ഫോർ ദ സക്സസ് ഓഫ് ദ പ്രോജക്റ്റ്. ടീം ഹാസ് ടു എൻഹാൻസ് ദെയർ നോളജ് കോൺസ്റ്റൻ്റ്ലി. തീർച്ചയായിട്ടും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നോളജ് ഇങ്ങനെ എൻഹാൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. അപ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതിനെ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ യൂസിങ് പ്രാക്ടീസസ് സച്ച് ആസ്, അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ നോളജിനെ ഇങ്ങനെ എൻഹാൻസ് ചെയ്യേണ്ടത്, ടെക്നിക്കൽ റിവ്യൂസ് നടത്തുക, പ്രൊജക്റ്റ് റെട്രോസ്പെക്റ്റീവ്സ് നടത്തുക, അതൊക്കെ ഓരോന്നും വരുന്നുണ്ട്. കസ്റ്റമർ ഫോക്കസ് ഗ്രൂപ്പ്സ് നടത്തുക, അതായത് ടെക്നിക്കലായിട്ടുള്ള റിവ്യൂസ്, നമ്മൾ ഡെവലപ്പ് ചെയ്ത സിസ്റ്റം ഏകദേശം ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് ഒന്നും കൂടെ റിവ്യൂ ചെയ്യുക. പ്രൊജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുക. അതേപോലെ കസ്റ്റമർ ഗ്രൂപ്പുകളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫീഡ്ബാക്കുകൾ എടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഇതൊക്കെ ഇങ്ങോട്ട് ഡെപ്തിൽ നിങ്ങൾക്ക് ടെസ്റ്റിംഗ് ഉള്ള ഏരിയാസിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെപ്പോഴും നമ്മളെ നോളജിനെ എന്ത് ചെയ്യണം, എൻഹാൻസ് ചെയ്യണം. റിവ്യൂ ഷുഡ് ബി ഡൺ ആഫ്റ്റർ ഈച്ച് ഐട്രേഷൻ. ഓരോ ഐട്രേഷന് ശേഷം റിവ്യൂസ് നടത്തണം. ബോത്ത് ദ ഡെവലപ്പേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് എക്സാമിൻ ദെയർ അസംഷൻസ് ആൻഡ് യൂസ് ദ റിസൾട്ട്സ് ഓഫ് ഈച്ച് ഡെവലപ്മെൻറ്റ് സൈക്കിൾ ടു ലേൺ ദ ഡയറക്ഷൻ ഓഫ് ദ നെക്സ്റ്റ് ഐട്രേഷൻ. അപ്പോൾ ഓരോ ഐട്രേഷന് ശേഷം നമ്മളിങ്ങനെ റിവ്യൂസ് നടത്തുമ്പോൾ ഡെവലപ്പേഴ്സ് ആണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും അവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം, അതിനെ എക്സാമിൻ ചെയ്യണം. ആ റിസൾട്ട് വെച്ചിട്ട് അടുത്ത ഐട്രേഷനിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കണം. അപ്പോൾ ഈ ടീം എന്തൊക്കെ പഠിക്കുന്നു എന്നതാണ് എബൌട്ട് പ്രൊഡക്റ്റ് ചേഞ്ചസ്. ഒരു പ്രൊഡക്റ്റിൽ എന്തൊക്കെ ചേഞ്ചസ് വരണം എന്നുള്ളത് ഈ ഒരു അനാലിസിസിലൂടെയാണ് ഇവർ പഠിക്കുന്നത്.
അതേപോലെ മോർ ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ഇൻ അണ്ടർലൈങ് അസംഷൻസ് അബൌട്ട് ഹൗ ദ പ്രോഡക്ട്സ് ആർ ബീങ് ഡെവലപ്ഡ്. അതേപോലെ കൂടുതൽ ഫണ്ടമെൻ്റലായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങൾ, അതായത് അടിസ്ഥാനമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതെന്തൊക്കെയാണ് വരേണ്ടത്, ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇതിലേക്ക് ഇനി ചേരേണ്ടത് എന്നുള്ളതൊക്കെ ഈ ടീം ഈ ഒരു ഓരോ ഇറ്ററേഷൻ്റെ ശേഷമുള്ള ഈ റിവ്യൂസിൽ നിന്നാണ് പഠിക്കുന്നത്. ദ ഇറ്ററേഷൻസ് നീഡ് ടു ബി ഷോർട്ട്. ഇറ്ററേഷൻസ് ഷോർട്ടായിരിക്കണം. അതായത് നമ്മളെപ്പോഴും പറയുന്നതാണ്, വലിയ കാര്യങ്ങൾ കുറേ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിലേറെ ഈസിയാണ് ഷോർട്ടറായിട്ട് എന്ത് ചെയ്യുക, നമ്മൾക്ക് ഇറ്ററേഷൻ നടത്തി അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിസ്റ്റേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ദ സ്പെക്യുലേറ്റ്, കൊളാബറേറ്റ്, ലേൺ സൈക്കിൾ ഫേസസ് ഓഫ് ദ അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആർ നോൺ ലീനിയർ ആൻഡ് ഓവർലാപ്പ്. ബിക്കോസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ഡിഫിക്കൾട്ട് ടു കൊളാബറേറ്റ് വിത്തൗട്ട് ലേണിംഗ് അല്ലാതെ കൊളാബറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓർ ടു ലേൺ വിത്തൗട്ട് കൊളാബറേറ്റിംഗ്, നേരെ തിരിച്ചും പറ്റൂല. അതായത് ഗ്രൂപ്പ് വർക്കും വേണം പ്ലസ് ലേണിങ്ങും വേണം. അതായത് ഗ്രൂപ്പ് വർക്ക് ഇല്ലാതെ ലേൺ ചെയ്യാനും പറ്റില്ല, ലേണിംഗ് ഇല്ലാതെ കൊളാബറേറ്റ് ചെയ്യാനും പറ്റില്ല. അടുത്തത് ഡിഫിക്കൽട്ട് സ്പെക്യുലേറ്റ് വിത്തൗട്ട് ലേണിംഗ്, സ്പെക്കുലേഷൻ നടത്താൻ പറ്റില്ല ലേണിംഗ് ഇല്ലാതെ. അതേപോലെ ടു ലേൺ വിത്തൗട്ട് സ്പെക്കുലേഷൻ ഇല്ലാതെ ലേണിങ്ങും പറ്റില്ല, ലേണിംഗ് ഇല്ലാതെ സ്പെക്കുലേഷനും പറ്റില്ല. പിന്നെ ടു സ്പെക്കുലേറ്റ് വിത്തൗട്ട് കൊളാബറേറ്റിംഗ്, സ്പെക്കുലേഷൻ ഇല്ലാതെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ടു കൊളാബറേറ്റ് വിത്തൗട്ട് സ്പെക്കുലേഷൻ ഇല്ലാതെ കൊളാബറേറ്റ് ചെയ്യാനും പറ്റില്ല, കൊളാബറേഷൻ ഇല്ലാതെ സ്പെക്കുലേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നോൺ ലീനിയർ ഓവർലാപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന്. അപ്പോൾ ഈ 3 ടേംസും അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വേഴ്സ കണക്റ്റഡ് ആണ് എന്നത് കാണിച്ചാൽ മതി, അപ്പോൾ അതിൻ്റെ ആൻസർ ആവും. അപ്പോൾ ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് വന്നിട്ട് ദ അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഗിവ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എക്സ്റ്റെൻസീവ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എൻഗേജ്മെൻറ്റ് ബിഫോർ ദ കിക്ക് ഓഫ് ദ പ്രോജക്ട്സ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ എവറി സ്റ്റേജ് ഓഫ് ദി ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ്. നമ്മൾ മുന്നേ ഒക്കെ പഠിച്ചതാണ്, ഇപ്പോൾ നമുക്ക് ഏകദേശം അഡ്വാൻറ്റേജസ് ഒക്കെ എഴുതാനറിയാം. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ ലാസ്റ്റ് സ്റ്റേജിൽ വന്നിട്ട് നമ്മൾ പ്രൊജക്റ്റിനെ കിക്ക് ഔട്ട് ചെയ്യേണ്ട കാര്യം വരില്ല. അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോവുകയാണ്, ഓരോ സ്റ്റേജും നമ്മളിങ്ങനെ മനസ്സിലാക്കിയിട്ട് പോവുകയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്താണ്, ദ അപ്രോച്ച് പ്രൊവൈഡ്സ് ഫോർ എ ഹൈ ഡിഗ്രി ഓഫ് ക്ലയൻറ്റ് കൊളാബറേഷൻ നല്ലോണം ഉണ്ട് ഇല്ലേ. അതായത് കസ്റ്റമറുമായിട്ടുള്ള, ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ കസ്റ്റമറാണ്, അപ്പോൾ ക്ലയൻറ്റുമായിട്ടുള്ള കൊളാബറേഷൻ നന്നായിട്ട് വരുന്നുണ്ട് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ടീം, സിൻസ് ഇറ്റ് ഇൻവോൾവ്സ് എക്സ്റ്റെൻസീവ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ ടീം ആൻഡ് ദ ക്ലയൻറ്റ് ഡ്യൂറിങ് എവറി സ്റ്റേജ്. പിന്നെ ദ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ദ കസ്റ്റമേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൊജക്റ്റ് സ്റ്റേജ് ബൈ സ്റ്റേജ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിലൂടെ പ്രൊജക്റ്റിനെ ഓരോ സ്റ്റേജിലൂടെയും കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ അവരുടെ വ്യൂസ് ഷെയർ ചെയ്യാൻ പറ്റും, റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനും പറ്റും. പിന്നെ ഈ ഇൻട്രാക്ഷൻസ് ഡെവലപ്മെൻറ്റ് ടീമിനെ ക്ലയൻറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ക്ലയൻറ്റ് ഉദ്ദേശിക്കുന്ന അതേ ടൈമിൽ, കറക്റ്റ് ടൈമിൽ കുറച്ചും കൂടെ നേരത്തെ ആയിട്ട് പ്രൊജക്റ്റിനെ ഡെലിവറി ചെയ്യാൻ ആർക്ക് പറ്റും, ഡെവലപ്പേഴ്സിന് പറ്റും. കാരണം ടോട്ടൽ കമ്മ്യൂണിക്കേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മിസ്റ്റേക്സ് വരുമ്പോഴത്തേന് അത് അവർ കാണിച്ചു തരുന്നത് കൊണ്ട് തന്നെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊജക്റ്റിനെ ഏർലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും ഡെവലപ്മെൻറ്റ് ടീമിന് അത് ക്ലയൻറ്റിന് ട്രസ്റ്റ് വർത്തിങ് ആയിട്ട് കൊടുക്കാനും പറ്റും. അതായത് വിശ്വസ്തയോടുകൂടി അവരെ കയ്യിലത് തിരിച്ചേൽപ്പിക്കാനും പറ്റും. പിന്നെന്താണ്, കൊളാബറേഷൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഡീപ്പർ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ വരുന്നുണ്ടല്ലേ, നല്ലോണം ഇൻവോൾവ് ചെയ്യുന്നില്ലേ ഈ പ്രൊജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഈ ഒരു ഫ്രെയിം വർക്കിലൂടെ. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്ത് പറഞ്ഞത്, ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. അടുത്തത് എന്താണ്, അലോസ് ഫോർ ട്രാൻസ്പെറൻസി. തീർച്ചയായിട്ടും ട്രാൻസ്പെറൻസി ഉണ്ട്. ദ ടീം ഓഫ് ഡെവലപ്പേഴ്സ് ആൻഡ് ദ ക്ലയൻറ്റ് വർക്ക് ടുഗദർ സ്റ്റേജ് ബൈ സ്റ്റേജ് ഇൻ ദിസ് അപ്രോച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു സബ് പോയിൻ്റാണ് ഇത് ട്രാൻസ്പെറൻസി. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മറവും ഇല്ലാതെ കാണാൻ പറ്റുന്നുണ്ട് എന്നതാണ്. അത് അതിനർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറച്ച് വെക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. The developers explain the project status to the clients before, during and after every stage. അപ്പോൾ പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേയും പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടും ഓരോ സ്റ്റേജിലും ഡെവലപ്പേഴ്സ് ക്ലയൻസിന് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദിസ് അലോസ് ദ ക്ലയൻറ്റ് ടു ഹാവ് ആൻ അബ്സ്ട്രാക്റ്റ് വ്യൂ ഓഫ് വാട്ട് ദേ എക്സ്പെക്റ്റ്. അപ്പോൾ ഇതിലൂടെ ക്ലയൻസിന് ഏകദേശം ഒരു രൂപം കിട്ടും അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഗീവ്സ് ദംസ് ദ ചാൻസ് ടു ഷെയർ ദെയർ ഒപ്പീനിയൻസ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ടീം.
തൊട്ട് അതൊക്കെ അനലൈസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിൻ്റെ ക്ലയൻസിൻ്റെ അഭിപ്രായം ഡെവലപ്മെൻറ്റ് ടീമിനോട് എന്ത് ചെയ്യുകയും ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റിൻ്റെ പോയിൻ്റായിട്ട് പറഞ്ഞതാണ്, അത് ഇതിൽ വരുന്നത് ട്രാൻസ്പെറൻസിയാണ്. ഒരു മറയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് എന്നത്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താ? അഡാപ്റ്റീവ് അലൗസ് ഫോർ ഏർലി ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ പ്രൊഡക്റ്റ് കൊടുക്കാമെന്ന മീനിങ് ആണ്. ഡ്യൂ ടു ദ എക്സ്റ്റെൻസീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ ക്ലയൻസ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ എവറി സ്റ്റെപ്പ് ഓഫ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ദർ ഈസ് എ സ്പീഡി ഡെവലപ്മെൻറ്റ് വിച്ച് റിസൾട്ട്സ് ഇൻ ദ ഏർലി ഡെലിവറി ഓഫ് ദ സോഫ്റ്റ്വെയർ. അപ്പോൾ സ്പീഡി ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സോഫ്റ്റ്വെയറിന് എത്രയും നേരത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഡെലിവറി ചെയ്യാൻ പറ്റും. അടുത്തത് ASD ഫോക്കസസ് ഓൺ ദ യൂസേഴ്സ്. തീർച്ചയായിട്ടും യൂസേഴ്സിനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ദ ക്ലയൻസ് ഇൻവോൾവ്മെൻറ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ അറ്റ് എവറി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ടു ദ ഡെവലപ്മെൻറ്റ് ടീം. നമ്മൾ തന്നെ പറയണത് ഫീഡ്ബാക്ക് എപ്പോഴും കൊടുക്കുന്നുണ്ട്. വിച്ച് ട്രാൻസ്ലേറ്റ് ടു വാല്യൂ അഡീഷൻ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ എന്ത് ചെയ്യാണ്, വാല്യൂ അഡീഷൻ വരികയാണ് ടു ദ അപ്കമിങ് സോഫ്റ്റ്വെയർ. ഈ വരാനിരിക്കുന്ന സോഫ്റ്റ്വെയറിലേക്ക് ഇങ്ങനെ അതിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടി പോവുകയാണ് ഈ എപ്പോഴും ഉള്ള ഫീഡ്ബാക്ക് കിട്ടുന്നതിലൂടെ. The user or client involvement ensures that the stated and implied requirements are completely catered for and the total user satisfaction and is availed in the final product. അപ്പോൾ ഇവരിങ്ങനെ കൊടുക്കുന്ന കംപ്ലീറ്റ് ഈ വാല്യൂസും എന്താണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ റിക്വയർമെൻറ്റ്സ് എല്ലാം ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റിൽ യൂസറുടെ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റും എന്നതാണ് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത അഡ്വാൻറ്റേജ് എന്താണ്? ജനറേറ്റ്സ് ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആണ് ജനറേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും, കാരണം ഒക്കെ ഇതിൻ്റെയൊക്കെ ബേസ് എന്താണ്? ഈ കമ്മ്യൂണിക്കേഷനാണ് കേട്ടോ. അത് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഏതൊരു അഡ്വാൻറ്റേജും നമുക്ക് പറയാൻ പറ്റുക. Breaking down the project into components, concentrating on high quality development, testing of one component at a time aids in producing a high quality end product. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. പ്രൊജക്റ്റിനെ ചെറിയ കമ്പോണൻസ് ആക്കി മാറ്റുന്നു, അതിൻ്റെ ഹൈ ക്വാളിറ്റി ഡെവലപ്മെൻറ്റിന് ഒരു ഏരിയ മാത്രം പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, പിന്നെ അറ്റ് എ ടൈമിൽ ഒരു കമ്പോണൻറ്റിനെ മാത്രം ടെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എൻഡ് പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്വാളിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് ടെസ്റ്റിങ്ങിലൂടെയും അതേപോലെ എപ്പോഴും ഓരോ കമ്പോണൻറ്റിൻ്റെയും ഡെവലപ്മെൻറ്റിന് ശേഷം റിവ്യൂസ് നടത്തുന്നതിലൂടെയാണ് നമ്മൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റിങ്ങും റിവ്യൂസൊക്കെ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിലെന്തെങ്കിലും ഡിഫക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യും. ആ ഡിഫക്ട്സിനെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഫിക്സ് ചെയ്യും. പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കണമല്ലോ, ഫിക്സ് ചെയ്യും. പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. ഉണ്ടെങ്കിൽ അത് നമ്മൾ ശരിയാക്കും. പിന്നെ എത്രയും നേരത്തെ നമ്മൾ തെറ്റുകൾ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യും, അതിനൊക്കെ കറക്റ്റ് ചെയ്യും. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്കൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ നമുക്ക് ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കസ്റ്റമേഴ്സിന് ക്ലയൻസിന് ഡെലിവറി ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് സൈഡ്സ് വന്നു. അപ്പോൾ ഇനി നെഗറ്റീവ് സൈഡ്സ് ഉണ്ടാവും. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്? അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഡിമാൻഡ്സ് എക്സ്റ്റെൻസീവ് യൂസർ ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ യൂസർ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് എക്സ്ട്രാ യൂസർ ഇൻറ്റൻസീവ് ആണെന്നാണ് പറയുന്നത്. അതായത് അത്രയും യൂസർ ഇൻവോൾവ്മെൻറ്റ് വേണം. അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദി യൂസർ ഏജൻറ്റ്സ് ടൈം ഈസ് വേസ്റ്റഡ്. അതുകൊണ്ട് തന്നെ യൂസേഴ്സിൻ്റെ ടൈം വേസ്റ്റേജ് വരികയാണ്. ബിക്കോസ് ഇൻ മോസ്റ്റ് കേസസ് ദേ ആർ ഓൺലി എൻഗേജ്ഡ് ഡ്യൂറിങ് ദ ടെസ്റ്റിംഗ് ആൻഡ് റിവ്യൂ സെക്ഷൻ ആൻഡ് ഡിസ്എൻഗേജ്ഡ് ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റ് സെക്ഷൻ. അത് ശരി കേട്ടോ. കാരണം അധിക സ്റ്റേജിലും ഇവർ ഇൻവോൾവ്മെൻറ്റ് വരുന്നത് ഇവരുടെ ഏത് സ്റ്റേജിലെന്ന് വെച്ചാൽ ടെസ്റ്റിങ്ങിൻ്റെയും റിവ്യൂസിൻ്റെയും സ്റ്റേജിലാണ് അധികവും ഇൻവോൾവ്മെൻറ്റ് വരിക. ഒരുവിധമൊക്കെ ഈ ഡെവലപ്മെൻറ്റ് ഫേസിൽ ഇവർ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാറില്ല. പക്ഷേ ഇവർ ഈ ഒരു ASD ആകുമ്പോൾ അവർ ഡെവലപ്മെൻറ്റ് സെക്ഷനിലൊക്കെ ഇൻട്രാക്റ്റിങ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് സമയം വേസ്റ്റ് ആവും എന്നതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ എന്താ? ASD ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് റിക്വയർമെൻറ്റ്സ് എമർജൻസ്. ഒരുപാട് റിക്വയർമെൻറ്റ്സ് എമർജൻസ് വേണം. ആൻഡ് ഇവല്യൂഷൻ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ പ്രോജക്റ്റ്. ദ ഫ്യൂച്ചർ നീഡ്സ് in most cases make the project take longer than it was anticipated, and in most cases the project become bigger than they were visualized in the initial stages. തീർച്ചയായിട്ടും, കാരണം ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഇങ്ങനെ എമേർജ് ചെയ്തുകൊണ്ട് വരും. കാരണം അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്ക് ആണല്ലോ ഇത്.
പിന്നെ ഇങ്ങനെ അതിൻ്റെ ലൈഫ് ടൈമിൽ ഇതിങ്ങനെ ഇവോൾവ് ചെയ്തും വരികയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ബിഗ്ഗർ ആവാൻ ചാൻസ് ഉണ്ട് പ്രൊജക്റ്റ് എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ മുന്നേ ഏതൊരു കേസിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് ക്രിയേറ്റീവ് ഇന്നോവേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെയും അപ്പുറത്തേക്ക് പ്രൊജക്റ്റ് എന്ത് ചെയ്യാം, കയറിപ്പോവാം എന്നുള്ളത്. സ്കോപ്പ് ക്രീപ്പ് ഈസ് എ ഫിനോമിനൻ കോമൺ ഇൻ അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് ദിസ് ക്യാൻ ലീഡ് ടു എൻഡ്ലെസ് പ്രോജക്റ്റ്. സ്കോപ്പ് ക്രീപ്പ് എന്നുള്ള ഒരു ഫിനോമിന ഇതിൽ നടക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് എൻഡില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം എപ്പോഴും ഇങ്ങനെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു എൻഡില്ല. അപ്പോൾ എൻലെസ് ആയിട്ട് പ്രൊജക്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. The deliverables of the project are not easily predicted before and during the project's development period. Due to the lack of predictability, it is hard to develop the business case for the project. അപ്പോൾ ഇതിൽ ഈ പ്രൊജക്റ്റിൻ്റെ എന്തെല്ലാം ഡെലിവറബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് പീരീഡിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവില്ലേ, അതിനെയാണ് ഡെലിവറബിൾസ് എന്ന് പറയുക. അപ്പോൾ ഈ ഡെലിവറബിൾസിന് ഈ പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ട് തന്നെ, അപ്പോൾ ഈ ഡെലിവറബിൾസിന് നമുക്ക് മുന്നേ എത്ര നമുക്കിപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏത് കമ്പോണൻറ്റിന് ഇന്ന ടൈമിൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതൊന്നും നമുക്ക് മുന്നേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ പ്രൊജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പീരീഡിൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രെഡിക്റ്റബിലിറ്റി ഇതിന് പറ്റാത്തത് കൊണ്ട് തന്നെ ബിസിനസ് പ്രൊജക്റ്റിലൊക്കെ അധികവും ഈ ഒരു മെത്തേഡിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഹാർഡായിരിക്കും. കാരണം അവർക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കിട്ടിയാൽ വലിയ കാര്യം ഉണ്ടാവും ബിസിനസ് മുന്നോട്ട് പോകാൻ. പക്ഷെ അത് ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്താണ് ഈ ബിസിനസ് കേസിലൊക്കെ ഈ ഒരു ലെവൽ നമുക്ക് ഫ്രെയിംവർക്ക് കുറച്ച് റിസ്ക്കിയാണ്. ആൻഡ് മേക്സ് ഇറ്റ് ഈവൻ മോർ ഡിഫിക്കൽട്ട് ടു നെഗോഷിയേറ്റ് ഫോർ ഫിക്സ്ഡ് പ്രൈസസ് ആൻഡ് കോസ്റ്റ് ഓഫ് ദ പ്രോജക്ട്സ്. അതേപോലെ തന്നെ ഫിക്സ്ഡ് പ്രൈസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിംവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. കാരണം റിക്വയർമെൻറ്റ്സിന് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ക്ലയൻസുമായിട്ട് എപ്പോഴും ഇൻട്രാക്ഷൻ വരുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും പുറത്തേക്കുള്ള കോസ്റ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അടുത്തത് ടെസ്റ്റിംഗ് ഇൻ ASD ഈസ് ഇൻറ്റഗ്രേറ്റഡ് ത്രൂ ഔട്ട് ദ ലൈഫ് സൈക്കിൾ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. നമുക്കറിയാം ടെസ്റ്റിംഗ് അറ്റ് ഈച്ച് സ്റ്റേജ് എവറി സ്റ്റേജ് ഹെൽപ്സ് ഡെലിവർ ക്വാളിറ്റി പ്രോഡക്ട്സ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഇൻ ദ ലോങ് റൺ. അപ്പോൾ ഓരോ ഇറ്ററേഷനിലും ടെസ്റ്റിംഗ് നടത്തുന്നത് ഇപ്പോഴും നമ്മൾ സോഫ്റ്റ്വെയർ ഹൈ ക്വാളിറ്റി ആക്കാൻ നല്ലതാണ്. പക്ഷേ അവിടെ എന്താണ് ബേസ് കോസ്റ്റ്, ക്യാഷ് കൂടും ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇത് നമ്മൾ റൺ ചെയ്യുമ്പോഴേ. ദ എക്സ്റ്റെൻസീവ് ടെസ്റ്റിംഗ് ബ്രിങ്സ് മെനി പ്രോജക്ട്സ് ടു ഫെയിലിയർ. അപ്പോൾ എക്സ്റ്റെൻസീവായിട്ട് ടെസ്റ്റിംഗ് നടത്തുമ്പോൾ പ്രോജക്റ്റ് ചിലപ്പോൾ എന്തിലേക്ക് പോവാം, ഫെയിലിയറിലേക്ക് പോവാം. കാരണം ആ ഒരു പ്രോജക്റ്റിന് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ടൈം, കോസ്റ്റ്, ഇതെല്ലാം ചേരുമ്പോൾ പ്രോജക്റ്റ് ഫെയിലിലേക്ക് പോവാം. ദ കോസ്റ്റ് ഓഫ് ദ ലോങ് ഫ്രീക്വൻറ്റ് ടെസ്റ്റ് ഫേസസ് ബ്രിങ്സ് പ്രോജക്റ്റ് ഓവർറൺസ്. പ്രോജക്റ്റ് ഓവർറൺ ആവാം. ഓവർറൺ മീൻസ് അതായത് എക്സ്പെക്റ്റ് ചെയ്ത കോസ്റ്റിനെക്കാട്ടിലും ടൈമിനെക്കാട്ടിലേക്കും പോവാം. ആൻഡ് ദിസ് ക്യാൻ ലീഡ് ടു എ പ്രോജക്റ്റ് ഫെയിലിയറിലേക്ക് പോവാം. ദ റുട്ടീൻ ടെസ്റ്റിംഗ് ക്യാൻ ബി ടൈം കൺസ്യൂമിങ് ആണ് ആൻഡ് മേക്സ് ദ പ്രോജക്റ്റ് റൺ ഫോർ ലോങ്ങർ ദാൻ ഇറ്റ് വാസ് ഇനീഷ്യലി പ്രെഡിക്റ്റഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ പ്രോജക്റ്റ് ഇങ്ങനെ എപ്പോഴും എക്സിക്യൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ടൈം കൺസ്യൂമിങ് ആണ്, കോസ്റ്റ് ഓവർറൺ ആവും. അതിലൂടെ ഈ ഫ്രീക്വൻറ്റ് ടെസ്റ്റിങ്ങിലൂടെ ചിലപ്പോൾ പ്രോജക്റ്റിൻ്റെ ഫെയിലിയറിലേക്കും പോകാം എന്നതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ASD അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്.